അമ്മു കല്യാണ പെണ്ണ് is here. ഹലോ, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവർക്കും അങ്ങനെ ഒരു നിശ്ചയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ ചേച്ചിയുടെ നിശ്ചയമാണ്. നിങ്ങൾ തലേദിവസത്തെ പരിപാടികളൊക്കെ എൻ്റെ വ്ളോഗിൽ കണ്ടെന്ന് വിചാരിക്കുന്നു. കണ്ടില്ലെങ്കിൽ പോയി കാണാൻ മറക്കണ്ട. അപ്പോൾ ഇന്ന് നിശ്ചയത്തിന്റെ പരിപാടികളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ വ്ളോഗിലൂടെ കാണാൻ പോകുന്നത്. വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ വ്ളോഗിലേക്ക് നമുക്ക് കിടക്കാം. കല്യാണത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന എൻ്റെ അമ്മ സാരി, ചെറിയമ്മ, ഇനി അടുത്ത കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടി 2 കൊല്ലം കഴിഞ്ഞിട്ട് കെട്ടൂല അടുത്തന്നെ ഒരു സദ്യ ഞങ്ങക്ക് 5 കൊല്ലോ 5 കൊല്ലം കഴിയുമ്പോൾ ഞാൻ എന്റെ കല്യാണത്തിന് വിളിക്കാം. ഒരു വന്തിയിൽ. ഇതാണ് ഇന്നത്തെ എൻ്റെ അമ്മയുടെയും ചെറിയമ്മയുടെയും കോസ്റ്റ്യൂം. ഇതാണ് കല്യാണ പെണ്ണിന്റെ അമ്മ. പ്രിയാമ്മ നോക്കിയ, ഇതാണ് ചെറിയമ്മ. വല്യമ്മയുടെ കോസ്റ്റ്യൂം. ഇതാണ് എൻ്റെ വല്യമ്മ പ്രിയാമ്മ. ഇനി വിളിക്കാണ്ട് വിളിച്ചിട്ട് സങ്കടമൊന്നും തോന്നണ്ട. എങ്ങനെയുണ്ട് കല്യാണത്തെ പറ്റി എന്താണ് പറയാനുള്ളത്? മോളുടെ കല്യാണല്ലേ, മോളുടെ നിശ്ചയല്ലേ? എന്നാ എനിക്ക് മൊത്തം വെള്ളിയല്ല. എന്താണ് പറയാനുള്ളത് ഈ അവസരത്തിൽ? ഒന്നും പറയില്ല. എന്ത് വല്ലതും പറ. സന്തോഷം. മമ്മിക്ക് എന്താണ് പറയാനുള്ളത്? മമ്മി വളരെ വളരെ സന്തോഷം. എന്താ ഞങ്ങളുടെ എൻ്റെ അമ്മയുടെ കോസ്റ്റ്യൂം എങ്ങനെയുണ്ട്? ഞാനമ്മയും നല്ല മാച്ചിങ് അല്ലേ? ഞങ്ങളുടെ വീട്ടിലെ ആദ്യത്തെ കുട്ടി. അതെ, ഞങ്ങളുടെ കുടുംബത്തിലെ ആദ്യത്തെ കല്യാണമാണ്. അത് ഞങ്ങളുടെ കുടുംബത്തിലെ ആകെ ഉള്ളൊരു പെൺകുച്ച്. ഞങ്ങളുടെ 3 വീട്ടിലും കൂടി ആകെ ഉള്ള പെൺകൊച്ചാണ് എൻ്റെ അമ്മച്ചേച്ചി. ബാക്കി കാണുകളാ, ഞാനടക്കം എല്ലാവരും ആൺപിള്ളേരാണ്. എൻ്റെ വീട്ടിൽ 2 ആൺപിള്ളേര്, എൻ്റെ കൊച്ചച്ഛൻ്റെ വീട്ടിൽ 2 ആൺപിള്ളേര്, വലിയച്ഛൻ്റെ വീട് അത്ര ഒരു പെൺകൊച്ചും ഒരു ആൺകൊച്ചും. അതാണ് ഏക പെൺതരിയുടെ കല്യാണമാണ് നടക്കാൻ പോകുന്നത്. ഹേ ഗൈസ്, കല്യാണ പെണ്ണ് ഈസ് ഹിയർ. കല്യാണ പെണ്ണിനെ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചത്. അമ്മു കല്യാണ പെണ്ണ് ഈസ് ഹിയർ. ആരത്? ബാർബി ഡോളോ? സുന്ദരി ആയില്ല. എന്താ രസം കാണാൻ. അമ്മോടി ഇതാണ് ഉണ്ടാവ. പിങ്കി കുഞ്ഞു. ഇനി 3 പെൺതരികളെ കെട്ടിച്ചിട്ടാണുള്ളത്. നിങ്ങള് എന്നെ കെട്ടിച്ചിട്ട് നിങ്ങൾക്ക് ആദ്യം കേട്ടോ. അതാണ്, എന്നെ കെട്ടിച്ചാലും നിങ്ങൾ കെട്ടിക്കോളൂ. അയ്യോ, നീ ആദ്യം കിട്ടൂല്ലോ അല്ലേ? കല്യാണ സ്റ്റേജ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ കാണുന്നതാണ്, എൻ്റെ പുറകിൽ കാണുന്നതാണ്. കല്യാണ സ്റ്റേജ് അല്ല, നിശ്ചയത്തിന്റെ സ്റ്റേജ്. ഞാൻ നിങ്ങൾക്ക് വിഷ്വൽ കൃത്യമായി കാണിച്ചു തരാം. ഇതാണ് ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്ന സ്റ്റേജ്. ഇവിടെ കല്യാണ ചെറുക്കനും കല്യാണ പെണ്ണും ഇരിക്കും. ആ കൊന്തർമ്പുലേൻ എന്താ അങ്ങനത്തെ പെൺപിള്ളേരാണ് ആൺപിള്ളേർക്ക് ഇഷ്ടം അല്ലേ? ഇങ്ങനത്തെ കൊന്തർമ്പലുള്ള പെൺപിള്ളേരല്ലേ ആൺപിള്ളേർക്ക് ഇഷ്ടം. നിന്നൊന്നും ആർക്കും ഇഷ്ടപ്പെടില്ല. ഇവിടെയൊക്കെ ആരും ഇഷ്ടപ്പെടാൻ അല്ലേ? കോൾഗേറ്റിന് പറ്റും. സഞ്ജുമോൻ, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം? നല്ല അടിപൊളിയായിരുന്നു. അതെ, സഞ്ജുവിന് ഓടി നടന്ന് ചത്തിരിക്കുകയാണ്. രാവിലെ തൊട്ട് ഇവിടെ സദ്യയുടെ കാര്യങ്ങള് മറ്റേത് മറിച്ചത്. ഇവനിപ്പൊ വന്നോളൂ. ഞങ്ങൾ മൊത്തത്തിൽ ഓടി നടന്ന് ചീഞ്ഞ് കുഴുകി. മൊത്തത്തിലൊരു അലച്ചിലായിരുന്നു. അല്ല പിള്ളേരെ ഏൽപ്പിക്കാവുന്നതൊക്കെ. കല്യാണച്ചക്കൻ വന്നു ഗൈസ്, കല്യാണച്ചക്കൻ വന്നു. കേട്ടോ on the floor. ഏതാ ലുക്ക്?
2024 ഒക്ടോബർ മാസം 13-ാം തീയതി ഇന്നേ ദിവസം നിശ്ചയിച്ചിരിക്കുന്നു. സൈഫുദ്ദീൻ നായർ, അൽഫിൻ വിളമ്പാതെ നോട്ടാ മര്യാദ. അതുകൊണ്ടല്ല വിളമ്പാതെ ഐ കിച്ചണിൽ നിന്ന് ആരിത് അറിയോ 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 നീ അറിയോ നീ ഒന്ന് നാണം വന്നു. കൊച്ചു പേടിച്ചു താരത്. കല്യാണ പെണ്ണും ചെറുക്കനും ഒരുമിച്ച് ഒരു വേദി കാണിച്ചു തരാം. ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇവിടെ പോസ്റ്റ്, അട്ടർ പോസ്റ്റ്. ഹായ് ഹളിയ വ്ളോഗാണ്. ഒരു ഹായ് കാണിച്ചു. പെണ്ണും ചെറുക്കനും ഒരു ഹായ് കാണിക്കൂ. ഇവിടെ അപ്പൊ ഞങ്ങള് സദ്യ കൊണ്ടിട്ട് വരാം. നീ ഇവിടെ നിന്ന് പുഴുങ്ങ ലാസ്റ്റ് എല്ലാം കിട്ടും നിങ്ങക്ക്. മൈ ബ്രദർ, എന്താണ് പറയാനുള്ളത്? നമ്മൾ നല്ല രീതിയിൽ കല്യാണം നടത്തിയിട്ടുണ്ട്. അതെ അതെ, കല്യാണമല്ല നിശ്ചയം. കല്യാണ നിശ്ചയം നടത്തിയിട്ടുണ്ട്. സദ്യ അടിപൊളിയാണ്. അതെ അതെ, പിന്നെ എന്റെ കല്യാണമാണ്. എല്ലാവരും പ്രാർത്ഥിക്കണം. അതെ അതെ, വേഗം നടക്കാൻ വേണ്ടി. കേട്ടിട്ടോട്ടെ എനിക്കേട്ടെ പിന്നെ കെട്ടിച്ചോട്ടെ എനിക്കൊരു കല്യാണം കഴിക്കാം. പെണ്ണ് മാത്രമില്ല, പെണ്ണിനെ കിട്ടിയാൽ മതി. 5 ഉണ്ട്. 5 നോണ പറയണതൊക്കെ നോണയെ. അതെ അതെ, ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിരിക്കുന്ന പെണ്ണ്. ഓ കോരി വരെ അടി. അളിയൻ ജസ്റ്റ് ലുക്ക്. ഫുഡ് കഴിക്കുമ്പോൾ ശല്യപ്പെടുത്തുന്നത്. ഓക്കെ ഓക്കെ, കാര്യം കാര്യം. അമ്മന് വേണം ഷെയ്യാണ് ഷെയ്. അങ്ങനെ ടൈം ടു സദ്യ കഴിക്കണം. ഇനി മാമുണ്ണ വെച്ചിട്ട് വിസ്കുന്നുണ്ടോ? ഏ മങ്കി എപ്പിക്ക് അദ്വൈത് വിളമ്പാൻ വന്നിരിക്കുന്നു. ദാരിദ്ര ബേസിൽ ബേസിൽ പയ്യൻ. അച്ചാറ് വന്നു, ഉപ്പ് വന്നു. ആരിത്? അക്രി ഓൺ ദ ഫ്ലോർ. നമ്മുടെ കൂട്ട വന്നിട്ടുണ്ട്. അഭിയണ്ണൻ, ദ മെയിൻ അട്രാക്ഷൻ ഓഫ് ടാങ്ക് സിറ്റി. എനിക്ക് വേണം വിളമ്പ്. എല്ലാ കാര്യത്തിലും കൂടെ നിൽക്കുന്ന കണ്ണൻചേട്ടൻ. കണ്ണൻചേട്ടൻ നമുക്ക് തോരൻ വിളമ്പിട്ട് പോയിട്ടുണ്ട്. കൊന്തർമലൊന്ന് കാണിച്ചേ. ഏതോ സുന്ദരി. ആക്രാന്തി തരും മൊത്തം മരട്ടെ. അതുവരെ ഒന്ന് ക്ഷമിക്കും നീ. ആക്രാന്ത് നല്ല പോലെനാ കഴിച്ചോട്ടെ എന്നിട്ട് പറയാം. കുഞ്ഞുപൂച്ചയുടെ എല്ലാ കൂട്ടക്കറികളും വന്നിട്ടുണ്ട്. ആഹാ, ഇനി അന്തസ്സായൊരു സദ്യ കഴിച്ചിട്ട് അങ്ങനെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് നടന്നു. അങ്ങനെ കല്യാണ നിശ്ചയം കഴിഞ്ഞിരിക്കുന്നു എൻ്റെ ചേച്ചിയുടെ. അങ്ങനെ ഭയങ്കര റഷ് പരിപാടിയായിരുന്നു. എല്ലാം ചെയ്യാൻ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയൊന്ന് പോയി കിടക്കണം, ഒരു ഫോട്ടോ ഒക്കെ എടുക്കണം. ഈ ഒരു വേഷത്തിൽ നല്ലൊരു ഫോട്ടോ ഒക്കെ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്യണ്ടേ. എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ വരിക. സച്ചി ടോക്സ് ഇൻസ്റ്റാഗ്രാമിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ഡു ഫോളോ ഗൈസ്. അപ്പോൾ നിശ്ചയത്തിന്റെ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. എല്ലാവർക്കും ബൈ ബൈ.